ഇന്ന് നമ്മൾ ചെയ്യുന്നത് അടിപൊളി ഒരു ചിക്കൻ റോസ്റ്റാണ്. അത് നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാം, ചപ്പാത്തിയുടെ കൂടെ കഴിക്കാം, പാലപ്പത്തിൻ്റെ കൂടെ കഴിക്കാം, അപ്പത്തിൻ്റെ കൂടെ എല്ലാം കഴിക്കാവുന്ന ഒരു അടിപൊളി ചിക്കൻ റോസ്റ്റാണ്. അതെങ്ങനെ ചെയ്യുന്നത് വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാം. അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇവിടെ ഞാനൊരു 800 ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട്. അത് ഇത്തിരി മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും ചേർത്ത് മസാല പുരട്ടി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 7 സവാള, ഇങ്ങനെ ചെറുതായതുകൊണ്ട് ഞാൻ 7 എണ്ണം എടുത്തിട്ടുണ്ട്. ഇത്രയും കൊച്ചുള്ളി, നിങ്ങൾക്ക് കൊച്ചുള്ളി മാത്രമാണെങ്കിൽ ഒരു 200 ഗ്രാം കൊച്ചുള്ളി എടുക്കാം. ഇത്രയും ഒരു കഷ്ണം ഇഞ്ചി, ഒരു കുടം വെളുത്തുള്ളി, ഇത് രണ്ടും നമുക്കൊന്ന് ചതച്ചെടുക്കണം. പിന്നെ ചെറിയ 3 ടൊമാറ്റോയും കുറച്ച് കറിവേപ്പിലയും. ഒരു ബാക്കിയുള്ളതൊക്കെ ഞാൻ പിന്നെ പറയാമേ. നമുക്ക് ചിക്കനിൽ ഈ ഗ്രേവിയൊക്കെ നന്നായി ഒന്ന് പൊതിഞ്ഞിരിക്കണം. അതിനാണ് ഇത്രയും സവാളയൊക്കെ എടുത്തത്. നിങ്ങൾ ചിന്തിക്കും ഇത്ര എടുത്താൽ മധുരം കാണത്തില്ലേന്ന്. അങ്ങനെ മധുരമൊന്നുമില്ല, നിങ്ങളൊന്ന് ചെയ്ത് നോക്കേ. അപ്പം ഞാൻ ഈ ടൊമാറ്റോ ഇതിലൊന്ന് അരിഞ്ഞിങ്ങനെ ഇട്ടിട്ട് ഒന്ന് അരച്ചെടുക്കുന്നുണ്ട്. നമുക്കതിൻ്റെ ടൊമാറ്റോ അരച്ച പ്യൂരിയാണ് ചേർക്കേണ്ടത്. ഇഞ്ചിയും വെളുത്തുള്ളിയും നമുക്ക് ഇതിലൊന്ന് ചതച്ചെടുക്കണം. അങ്ങ് പേസ്റ്റ് പോലെ അങ്ങ് ചതയണ്ട, കുറച്ചെന്നാലും പീസ് അങ്ങനെ ഒന്ന് ഒത്തിരി ഇല്ലാതെ ഒന്ന് നമുക്ക് നന്നായി ഒന്ന് ചതച്ചെടുക്കണം. ഞാനിപ്പോൾ ഇത്രയും എടുത്ത ചിക്കൻ്റെ അളവായി പറയുന്നത്. നിങ്ങളിപ്പോൾ 1 കിലോ എടുക്കുകയാണെങ്കിൽ അതനുസരിച്ച് ഒരു ഇച്ചിരിയും കൂടെയൊക്കെ ഉള്ളിയുടെയൊക്കെ അളവ് കൂട്ടാമേ. ഇതിലേക്ക് ചെറിയ 2 കഷ്ണം പട്ട, ഒരു 1/2 ടീസ്പൂൺ പെരിഞ്ചീരകം, എന്നിട്ട് നമ്മൾ എടുത്തു വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും ഞാനിവിടെ ചതച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 2 കറിവേപ്പിലയും കൂടെ. ഈ ഇഞ്ചി വെളുത്തുള്ളി ഇച്ചിരി ഒന്ന് മൂക്കട്ടെ. ഇതിലേക്ക് അരിഞ്ഞു വെച്ച ആ കൊച്ചുള്ളി സവാളയും സ്വല്പം ഉപ്പിട്ടിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഉള്ളിയൊക്കെ നന്നായി ഇങ്ങനെ വഴരണേ. ഇനി തീ ഒന്ന് കുറച്ചിട്ട് ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി. ഇത് കാശ്മീർ മുളക് പൊടി മാത്രമാണ്. 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല. നന്നായി ചെറിയ തീയിൽ ഈ മസാലയൊക്കെ നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഒരിത്തിരി നല്ല കളർ വരുന്നിടം വരെ ചെറിയ തീയിലായിരിക്കണേ. ഞാൻ ഇച്ചിരി നേരം ഇതൊന്ന് അടച്ചു കൊടുത്തായിരുന്നു. അപ്പം നമുക്ക് മനസ്സിലാവും ആ മസാലയിൽ നിന്നൊക്കെ ഓയിൽ ഇങ്ങനെ വിട്ട് വരും. ഈ സമയം നമ്മൾ അരച്ച് വെച്ച് തക്കാളി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി തീ ഇപ്പോഴും കുറച്ച് വെച്ചേക്കണം. ആ തക്കാളിയിലെ വെള്ളമൊക്കെ വറ്റി അതിൻ്റെ നല്ലൊരു പച്ചമണമൊക്കെ ഒന്ന് പോയി അത് ഇച്ചിരി നേരം ഒന്ന് അടച്ചു കൊടുത്തേക്കണം ഇതും. എന്നിട്ട് ആ എണ്ണ ഇത് ഈ ടൊമാറ്റോയിൽ നിന്നും ഉള്ളിൽ നിന്നൊക്കെ ആ മസാലയിൽ നിന്ന് വിട്ട് വരും. നമുക്കത് മനസ്സിലാവും. അത്രയും നേരം ചെറിയ തീയിലൊന്ന് ഇങ്ങനെ വഴറ്റി എടുക്കണേ. അപ്പോൾ ഇച്ചിരി നേരം കഴിഞ്ഞാൽ ഞാനിത് തുറന്ന് നോക്കി. ഇതിപ്പം നന്നായി അതിൻ്റെ പച്ചമണമൊക്കെ പോയി നമ്മുടെ മസാലയുടെ കളറൂടെ ഒന്ന് മാറിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച് ചിക്കൻ ഇട്ട് കൊടുക്കാം. ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. അഥവാ ചട്ടിയുടെ അടിക്കെങ്ങാണം മസാല മൂത്ത് നിങ്ങൾ ചെയ്യുന്ന പാത്രത്തിൻ്റെ അടിയിലെങ്ങാണം മസാല എങ്ങാണം പിടിക്കുകയാണെങ്കിൽ ഒരു 1/2 ഗ്ലാസ് എങ്ങാണം ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കണം. പച്ചവെള്ളം ഒഴിച്ച് കൊടുക്കണ്ട. നമ്മളിത് റോസ്റ്റ് ആയതുകൊണ്ട് അതനുസരിച്ചേ വെള്ളം ഒഴിക്കാവൂ. ഇതൊന്ന് ചിക്കനൊന്ന് ചൂടാവുമ്പം അതിൽ നിന്നുള്ള വെള്ളമൊക്കെ ഇങ്ങനെ ഇറങ്ങി വരും. അതനുസരിച്ച് ഒരു ഇച്ചിരിയും വെള്ളം ഒഴിച്ച് കൊടുക്കേ. അപ്പോൾ ആ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇപ്പോൾ ആ മസാലയൊക്കെ ഒന്ന് ചിക്കനിൽ പിടിക്കുന്നുണ്ട്. ആ മസാല ഒന്ന് ലൂസ് ആവാൻ വേണ്ടി മാത്രം വെള്ളം ഒഴിച്ച് കൊടുക്കാവൂ. അപ്പം ഞാൻ ഈ ഉണ്ടാക്കുന്നതിനേക്കായി കുറച്ചുകൂടെ നിങ്ങൾക്ക് റോസ്റ്റായിട്ട് വേണമെങ്കിൽ 1 ടേബിൾ സ്പൂൺ എങ്ങാനും വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ ഇച്ചിരി ഉപ്പൊന്ന് ടേസ്റ്റ് നോക്കിയുണ്ട്. ഒരു ഇച്ചിരി ഉപ്പ് കുറവുണ്ട്. ഞാനൊരു ഇച്ചിരിയും കൂടെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് അടച്ച് ഒരു മീഡിയം ഫ്ലെയിമിൽ അവിടെ കിടക്കട്ടെ. അപ്പോൾ കുറച്ച് നേരം ഞാനങ്ങനെ അടച്ച് വെച്ചു. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ടായിരുന്നു ഞാൻ. അപ്പോൾ അതിൽ നിന്ന് ചിക്കനിൽ നിന്നൊക്കെ നന്നായി വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ചാറ് വേണ്ടാത്തവർക്ക് ഞാൻ പറഞ്ഞില്ലേ അതനുസരിച്ച് സ്റ്റാർട്ടിങ്ങിൽ വെള്ളം ഒഴിക്കാവൂ. കാരണം ചിക്കൻ ഒന്ന് ചൂട് പിടിക്കുന്ന ഉടനെ ആ ഉപ്പൊക്കെ ചേർക്കുന്നുണ്ടെങ്കിൽ ആ ചിക്കനിൽ നിന്നുള്ള വെള്ളമൊക്കെ വിട്ട് വരും. അതനുസരിച്ച് ചെയ്യാവൂ. ഇവിടെ ആണെങ്കിൽ ഒരു ഇച്ചിരി
ചാറ് പോലെ വേണം ഈ പിള്ളേർക്ക്. അതുകൊണ്ടാണ് ഞാൻ ഒരിത്തിരി ഇതാക്കിയത്. അപ്പം ഞാൻ ഉപ്പൊക്കെ ഒന്ന് നോക്കി, പക്ഷേ ചിക്കൻ വെന്തിട്ടൊന്നുമില്ല. വീണ്ടും ഞാനതൊന്ന് അടച്ചു കൊടുക്കുന്നുണ്ടേ. അവിടെ കിടക്കട്ടെ ഇച്ചിരി നേരം കൂടെ. എണ്ണയൊക്കെ നന്നായി തെളിഞ്ഞിട്ടുണ്ട്. കുറച്ചുകൂടെ ഡ്രൈ ആക്കണേ, കുറച്ചുകൂടെ ഡ്രൈ ആക്കാം. ഇതിപ്പോൾ ചട്ടിയിലിരുന്ന് കുറേ കൂടെ ഒന്ന് ഡ്രൈ ആയിക്കോളും. അതുകൊണ്ട് ഇനി ലാസ്റ്റിൽ നമുക്ക് ചെയ്യേണ്ടത് ഉപ്പ് വരിയൊക്കെ നോക്കുക. അഥവാ എന്തെങ്കിലും കുറവായിട്ടോ കൂടുതലായിട്ടോ ഉണ്ടെങ്കിൽ, ഇപ്പം മസാലയുടെ കുത്തലിച്ചിരി കൂടുതലായിട്ടൊക്കെ നിങ്ങൾക്ക് തോന്നുമെങ്കിൽ ഒരു പിഞ്ച് പഞ്ചസാരയും ഇട്ട് കൊടുത്തേരെ. ഇപ്പം ഇതിനൊരു കുഴപ്പമില്ല. ഇതിന് വെളിച്ചെണ്ണ തന്നെ എടുക്കണേ ലാസ്റ്റ്. ആദ്യവും വെളിച്ചെണ്ണയാണെങ്കിൽ കുഴപ്പമില്ല. ഞാനിപ്പം അവസാനം ഒഴിക്കണം. എനിക്ക് ഇത്തിരി വെളിച്ചെണ്ണയുടെ കുറവുള്ളത് കൊണ്ട് ഇത്തിരി കടുക് ഇട്ട് കൊടുക്കണം. കുറച്ച് തേങ്ങാക്കൊത്ത്. തേങ്ങാക്കൊത്ത് വേണ്ടാത്തവരാണെങ്കിൽ ആ തേങ്ങാക്കൊത്ത് മാറ്റിയിട്ട് ബാക്കിയുള്ള എല്ലാം കൂടെ ഇച്ചിരി കടുക് വെളിച്ചെണ്ണ വറുത്ത് വേണമെങ്കിൽ ഇച്ചിരി കൊച്ചുള്ളിയും കൂടെ ചേർക്കാം. അപ്പം നമ്മുടെ ചിക്കൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഇനി ഇതൊരു അരമണിക്കൂർ ഈ ചട്ടിയിൽ ഇങ്ങനെ ഇരിക്കുമ്പം കുറച്ചുകൂടെ ഒന്ന് കുറുകിക്കോളും. പക്ഷേ നിങ്ങൾക്ക് ഇത്രയും നിങ്ങൾക്ക് ഇത്രയും ചാറ് വേണ്ടെങ്കിൽ അതനുസരിച്ച് നിങ്ങൾ സ്റ്റാർട്ടിങ്ങിൽ വെള്ളം ഒഴിക്കാവൂ. ഇത്തിരിയും കൂടെ നേരം വേണമെങ്കിൽ ഒന്നുകൂടെ ഒന്ന് വറ്റിച്ചെടുക്കാം. ഇവിടെ ഇച്ചിരി ഇങ്ങനെ ഗ്രേവി പോലെ വേണ്ടിയിട്ട് ഞാനങ്ങനെ ചെയ്തതാണ്. പക്ഷേ ചട്ടി ആയതുകൊണ്ട് കുറച്ചുകൂടി ഇതാവും. നിങ്ങൾ വെക്കുന്ന പാത്രത്തിൻ്റെ അനുസരിച്ചും അതനുസരിച്ച് നിങ്ങൾ കുറച്ച് നേരം കൂടെ ഒരു 10 മിനിറ്റ് കൂടെ വെക്കുകയാണെങ്കിൽ കുറേയും കൂടെ ഒന്ന് വറ്റിക്കോളും. അപ്പം ഞാനിത് പ്ലേറ്റിൽ ഇട്ടൊന്ന് സെർവ് ചെയ്യുന്നുണ്ടേ. തീർച്ചയായും നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് അത് ടേസ്റ്റായി തോന്നി ഇഷ്ടമായെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ കൂടെ നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും അറിയിക്കണേ. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്തും സഹായിക്കണേ. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ വീണ്ടും ഈ ചാനൽ കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ആ റൈറ്റ് സൈഡിൽ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഒരു ബെല്ലേക്ക് ബട്ടൺ വരും. അതുകൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഓൾ എന്നൊരു ഓപ്ഷൻ വരും. അതുകൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എന്നും വരുന്നതായിരിക്കും. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു. ടേക്ക് കെയർ. ബൈ. സീ യു. ഗുഡ് ബൈ.